തുടർച്ചയായ 7ാമത്തെ ദിവസമാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണല്ലേ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാകുന്നത്. കാരണം രാവിലെ വീഡിയോ എടുത്ത് വൈകുന്നേരം ആകുമ്പോൾ അത് പോസ്റ്റ് ചെയ്യണം. ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യുമ്പോൾ വിചാരിക്കും ഇത്ര വേഗം സമയം കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ തന്നെയാണല്ലേ, ഓരോ സമയവും പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകും. രാവിലത്തെ കാഴ്ചകളാണിത്. ഇന്ന് ലാലൂട്ടൻ വന്നിരുന്നിട്ടുണ്ട്. ചെറിയൊരു അറിയാവുന്ന രീതിയിൽ ഒരു പൂക്കളൊക്കെ വരക്കാന്ന് വിചാരിച്ച്. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും വരക്കാനുള്ള ഒരു കഴിവൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് അല്ലെ. അങ്ങനത്തെ കഴിവുകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു നൂലും ചോക്കൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വട്ടം ഇങ്ങോട്ടും ഇങ്ങോട്ടും 2 ചതുരം അത്രയൊക്കെ തന്നെയുള്ളൂ. അത് ഞങ്ങളുടെ അടിപൊളി പൂക്കളമായിരിക്കും. വസുമോൻ എണീച്ചിട്ടില്ല, അച്ഛൻ പോവാൻ നോക്കുന്നുണ്ട്. സാൻവിയും അമ്മയും പൂക്കളത്തിന്റെ മുന്നിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പൂക്കളം ഇവരിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിനിടയിൽ സാൻവിയായിട്ട് പല അടികളും നടക്കും. ഞാനും സാൻവിയും അമ്മയും സാൻവി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ സാൻവി വേറൊരു രീതിയിലാവും. അതാണ് ഈ തല തിരിഞ്ഞു കുട്ടി ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയോ ഒരു പൂക്കളം ആയിട്ടുണ്ട്. ഇന്നത്തെ പൂക്കളം എന്തായാലും നല്ല ഉഷാറായിട്ടുണ്ട്. ലാലൂട്ടൻ വരച്ചത് കൊണ്ടാണോ ഞങ്ങൾ ഇട്ടത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഗംഭീരമായിട്ടില്ലേ ഗൈസ്. അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. ഇന്നത്തെ രാവിലത്തെ മൂഡ് കുട്ടിയുടെ ഇതാണ്. കുട്ടിയുടെ മൂഡ് അനുസരിച്ചിട്ടിരിക്കും എൻ്റെ ഓരോ ദിവസവും. കുട്ടി നല്ല രീതിയിലാണ് എണീറ്റ് വന്നതെങ്കിൽ നല്ല രീതിയിൽ ആ ദിവസം അങ്ങ് കടന്നു പോകും. ഇല്ലെങ്കിൽ ഇന്ന് ഉറക്കും ദേഷ്യവും വാശിയും ഒക്കെ പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബെഡ്ഷീറ്റൊക്കെ മുട്ടി വിരിക്കുകയാണ്. സ്ഥിരമായിട്ട് രാവിലെ ചെയ്യുന്ന ഒരേ ജോലികൾ എനിക്ക് ചെയ്തിട്ട് മടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ട് മടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു പൊട്ട് തൊട്ട് സിന്ദൂരമൊക്കെ ഇട്ട് ഒന്ന് അടിപൊളിയാക്കി നിന്നു. അപ്പൊ ഞാനിത് വീഡിയോ ഉച്ചവരെയുള്ളതേ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് ഉച്ചക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. വസു ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അത്രയ്ക്കും റിസ്ക് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ ആരും എന്താ ഗൈസ് കാണുകയും കമന്റുകളൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ചായക്ക് ദോശയാണ്. ലാലോട്ടൻ നേരത്തെ തന്നെ കുടിച്ച് ലാലോട്ടൻ ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട്. എനിക്കിന്ന് എവിടെയും പോവാനില്ല. ഓണം സീരീസ് തുടങ്ങിയപ്പം മുതൽ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം എന്ന് പറഞ്ഞതുപോലെയാണ്. ഇന്ന് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാം. അപ്പം ഞങ്ങൾക്ക് ദോശയും മസാലയും ചമ്മന്തിയുമാണ്. അതിനുശേഷം ഇതാ സ്ഥിരം ജോലികൾ, ഒരേ ജോലികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് കുറച്ചൊരു വെറൈറ്റി ഉണ്ടാവുക. ഇന്നൊന്നും ഒരു വെറൈറ്റിയും ഇല്ല കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ വസു കുറച്ചു നേരം കളിച്ച്, ഇത് ഫസ്റ്റ് ട്രിപ്പാണ് വസുവിനെ ഉറക്കാൻ കൊണ്ടുവരുന്നത്. ഈ ട്രിപ്പിന് വസു ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഒന്നും കയ്യിൽ കിട്ടാഞ്ഞിട്ട് 2 മുട്ട കയ്യിൽ കെട്ടി അത് നന്നായിട്ടൊരു അടിച്ച് അതൊരു ഓംലേറ്റ് പോലെ ആക്കി കൊടുക്കാമെന്ന്. ഇവർക്ക് പിന്നെ ഉള്ളിയും പച്ചമുളകൊന്നും ഇട്ടാൽ ശരിയാവില്ലല്ലോ. ജസ്റ്റ് വെറുതെ മുട്ട കലക്കിയിട്ട് ആ കലുമലങ്ങ് ഒഴിച്ച് അതിന് മുകളിലൊരു ചീസ് വെച്ച് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാൻ. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഞാനും കുറച്ചൊക്കെ തിന്നും. അങ്ങനെ ശരിയല്ലേ, നമ്മൾ വയറൊന്നറിയണമല്ലോ. അപ്പം ഞാനും പിള്ളേരും ഒക്കെ അതൊക്കെ തിന്നു കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ, അധികം സമയമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വേഗം കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒരു ഹായ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ട്, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ഓണം ഒന്നാമത്തെ ഓണവും 2ാമത്തെ ഓണവും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. എല്ലാവരും ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ചെറിയൊരു ഓണമല്ല, ചെറിയ ഓണം എന്നൊന്നും പറഞ്ഞിട്ട് സ്റ്റാർട്ടായിട്ടില്ലല്ലോ. നമ്മളൊരു ദിവസം അതിനിടയിൽ ഒരു പൂക്കൾ ഇടുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ഒരു ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വസു അപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട്. വസു ഇങ്ങനെ കസേരയിലൊക്കെ കയറി അപ്പുറത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അടുത്ത് തന്നെ ഉണ്ട്. ഈ വിളി വസുവിൻ്റെ 2ാമത്തെ ട്രിപ്പിനുള്ള ഉറക്കിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടും വസു ഉറങ്ങിയില്ല. അപ്പോഴത്തേക്കും ഷെഫീഖേട്ടൻ ഇഷ്ടമില്ലാത്ത മത്തലും കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനതൊക്കെ മുറിച്ചു കൊടുത്ത് അമ്മ അത് കറിയും പൊരിച്ചതും എന്തൊക്കെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ഞാനിതാ വോയിസ് ഓവർ കൊടുക്കുന്നു. നിങ്ങളിതാ എൻ്റെ വീഡിയോ കാണുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ശരി.